blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതിലൂടെ യേശുവിൻ്റെ സ്പർശനവും യേശുവിൻ്റെ ലാവണ്യ വാക്കുകളും ഇതിലൂടെ യേശുവിൻ്റെ സന്ദേശങ്ങളും രോഗസൗഖ്യവും എല്ലാം ഒഴുകുന്നതുകൊണ്ട് ഒത്തിരി പേർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ആ കാത്തിരിപ്പിന് ദൈവം ഏറ്റവും നല്ല രീതിയിൽ ബ്ലെസ് ചെയ്യുവാൻ കർത്താവിന് മനസ്സുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ ഓരോരുത്തരും വലിയ ദൈവകൃപയാലും അനുഗ്രഹത്താലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആൻറ്റി കുഞ്ഞ്. തൻ്റെ വൈഫ് ജിഷയുടെ ബർത്ത്ഡേ ആണെന്ന് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ജിഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിനത്തിൽ അവളുടെ മേൽ വന്നു ചേരേണ്ട എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷ നന്മകളാൽ, ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ ജിഷയെ നീ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ആൻറ്റി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്നെയും ആത്മീയമായി അനുഗ്രഹിക്കണമേ. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക അനുഗ്രഹങ്ങളും കുടുംബത്തിലെ അനുഗ്രഹങ്ങളും തൻ്റെ മേൽ ഉണ്ടാകട്ടെ. അമ്മ കർമ്മലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല നന്മകളാലും അനുഗ്രഹിക്കണമേ. അവരുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സിസ്റ്ററിലോ ജിഷുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവുകളുടെ വിവാഹം എത്രയും വേഗം നടക്കട്ടെ. ഈ കുടുംബത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത നിമിത്തം സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജിഷ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ആൻറ്റി കുഞ്ഞ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ബാംഗ്ലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് പോകാം. അതിൻ്റെ അവസാനത്തെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഈ സന്ദേശം തീർച്ചയായും നിങ്ങളെ സ്പർശിക്കുകയും എല്ലാ നിലകളിലും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. തുടർന്ന് ഇത് വളരെ പ്രാർത്ഥനയോടുകൂടി സന്ദേശം കണ്ട ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Say hallelujah. എത്ര പേർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയും? A very simple key for receiving miracles from the Lord. യേശുവിൽ നിന്ന് അത്ഭുതം പ്രാപിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കീ എന്നുള്ളത് is having great faith in him. ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായിരിക്കുക. I have seen hundreds and hundreds of miracles happening in blessing festivals. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ നൂറുകണക്കിന് അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Even this morning we testified a lot. ഇന്ന് രാവിലെ പോലും ഒത്തിരി ആളുകൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. So many miracles are happening. ഒത്തിരി അത്ഭുതങ്ങൾ എല്ലായിടത്തും നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. The same TV program, so many millions may be watching. ഈ ഇതേ TV പ്രോഗ്രാം തന്നെ ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. Same blessing festivals in different places, hundreds and thousands of people are attending. ഒരേ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ തന്നെ ഓരോ സ്ഥലങ്ങളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്.
many of them come in and go back as they came in. ഒത്തിരി ആളുകളും ഈ മീറ്റിങ്ങിന് വരുന്നു, അങ്ങനെ തന്നെ പോവുകയും ചെയ്യുകയാണ്. God has no favoritism, the Bible says. ബൈബിൾ പറയുന്നു ദൈവത്തിന് മുഖപക്ഷം ഇല്ലെന്നാണ്. So where is the difference? എന്നാൽ ചില ആളുകൾ വന്ന പോലെ തിരിച്ചു പോകുന്നു, ചില ആളുകൾ അനുഗ്രഹത്തോടെ തിരിച്ചു പോകുന്നു. ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് ഈ വ്യത്യാസമുള്ളത്? If you carry faith in your heart, God is ready to release His power into your life, into your situations. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ സാധിക്കും. Jesus is asking, do you have a little faith in you? യേശു കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ അകത്ത് അല്പമെങ്കിലും വിശ്വാസമുണ്ടോ? Little faith? ചെറിയ വിശ്വാസമുണ്ടോ? I will give you an example. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകാം. We all know the story of Jesus calming down the wind and waves. നമുക്കെല്ലാവർക്കും കാറ്റും തിരമാലയും എല്ലാം ശാന്തമാക്കിയ യേശുവിന്റെ കാര്യം നമുക്കറിയാം. How many of you know the story? നമുക്ക് എത്ര പേർക്ക് ആ കഥ അറിയാം? Okay, when Jesus came and calmed the wind and wave, യേശു കർത്താവ് കാറ്റും കടലും ശാന്തമാക്കുന്ന സമയത്ത് suddenly at the wink of an eye, Peter had great faith rising up in his heart. യേശു അവിടെ പെട്ടെന്ന് പത്രോസിന്റെ അകത്ത് ഒരു വലിയ വിശ്വാസമുണ്ടായി. അവൻ വിശ്വാസത്തിൽ അവൻ ചാടി എഴുന്നേറ്റു. And he saw Jesus walking on water. അവൻ നോക്കിയപ്പോൾ കാറ്റും കോളും നടക്കുന്നതിന്റെ നടുവിൽ യേശു കർത്താവ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വരികയായിരുന്നു. Oh, if Jesus is a water walker, I can also walk on the water. വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ യേശുവിന് സാധിക്കുമെങ്കിൽ എനിക്കും യേശുവിന്റെ കൂടെ എന്തുകൊണ്ട് സാധിച്ചുകൂടാ? Suddenly he had a big faith. പെട്ടെന്ന് അവന്റെ അകത്ത് യേശുവിനോടുള്ള ഒരു വലിയ വിശ്വാസമുണ്ടായി. And Jesus standing on water. യേശു കർത്താവ് വെള്ളത്തിന്റെ മുകളിൽ ഇപ്പോൾ നിൽക്കുകയാണ്. And Jesus said, "Come." പെട്ടെന്ന് യേശു പറഞ്ഞു, വരിക. Do you know what happened? എന്താ സംഭവിച്ചെന്ന് അറിയാമോ? Peter started walking on the water. പത്രോസും ഇപ്പോൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ്. Suddenly, you know the story. നിങ്ങൾക്ക് He ഇനിയുള്ള കഥ അറിയാം. lost his faith. പെട്ടെന്ന് അവന്റെ വിശ്വാസം ചോർന്നുപോയി. And he started sinking. പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് അവൻ ഉടനെ തന്നെ മുങ്ങുവാൻ തുടങ്ങി. What did Jesus do? എന്താ യേശു ചെയ്തത്? A man of little faith drowned. ഉടനടി യേശു കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസിയെ നീ മുങ്ങിപ്പോടാ. No. അങ്ങനെയാണോ? Jesus said, "Hey Peter, you man of little faith, why are you afraid? I am here to help you out." പകരം യേശു ചോദിച്ചത്, അല്പവിശ്വാസിയായ പത്രോസേ, നീ എന്തിനു ഭയപ്പെടണം? നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ? And he took Peter by his hand. എന്നിട്ട് യേശു തന്റെ കൈ കൊടുത്ത് പത്രോസിനെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. And I believe Jesus held Peter's hand and both of them walked together to the boat. ഞാൻ വിശ്വസിക്കുന്നു യേശു പത്രോസിന്റെ കൈ പിടിച്ച് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ നടക്കുകയാണ്. And both of them entered the boat. ഇനിയിപ്പോൾ രണ്ടുപേരും ബോട്ടിനകത്തേക്ക് കയറി. Hallelujah. Hallelujah. This is Jesus. ഇതാണ് യേശു. If you are lacking faith in your heart, Jesus is here to help you out. ദൈവത്തെ അന്വേഷിക്കാൻ വിശ്വാസം വേണമെന്ന് പറഞ്ഞു. ഇനി വിശ്വാസത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ പോലും യേശു നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളുടെ അല്പവിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടോ? ആ വിശ്വാസത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ യേശു നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. Can you shout a big thank you to this Jesus? കൈകൾ ഉയർത്തിയിട്ട് യേശുവേ നന്ദി എന്നൊന്ന് പറയാമോ? Tonight I really want to encourage you. Some of you must have lost all your faith. No problem. Jesus can still help you out. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള പലരും നിങ്ങളുടെ വിശ്വാസം മുഴുവൻ ചോർന്നു പോയവരായിരിക്കാം. പക്ഷെ സാരമില്ല, യേശു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങളെ ഉയർത്തിയെടുക്കാൻ യേശു നിങ്ങളോട് കൂടെയുണ്ട്. Hallelujah. Hallelujah. One time all the 12 disciples came to Jesus and said, "Lord, please increase our faith." ഒരിക്കൽ യേശു കർത്താവിന്റെ അടുക്കൽ 12 ശിഷ്യന്മാരും കൂടെ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. That means we can pray that prayer, Lord, increase our faith. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വിശ്വാസം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Right now, can you
lift up your hands and pray that prayer, Lord, increase my faith? എത്ര പേർ ഇപ്പോൾ കൈകൾ ഉയർത്തിയിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും? ദൈവമേ, എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, നിന്നോടുള്ള വിശ്വാസം എന്നിൽ വർദ്ധിക്കട്ടെ. എന്റെ ഹൃദയത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് തനിയെ ഒന്ന് പ്രാർത്ഥിച്ചേ, തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. Increase my faith, Lord. കർത്താവേ, എന്റെ അകത്ത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. Only God can increase our faith. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. Hallelujah. Hallelujah. Let me tell you one more thing. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. You might have heard this through the messages in the Blessing Today TV program. Blessing Today എന്ന് പറയുന്ന ടിവി പ്രോഗ്രാമിലൂടെ ഈ സന്ദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. Even I have spoken about faith as a series many times. വിശ്വാസം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. And repeatedly I have told you something. Only the word of God can create faith in us. ഞാൻ ആ സന്ദേശങ്ങളിലെല്ലാം ആവർത്തിച്ച് നിങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിനു മാത്രമേ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉളവാക്കുവാനും അതിനെ വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. Hello. Word of God can create faith. ദൈവവചനത്തിന് നിങ്ങളിൽ വിശ്വാസം ഉളവാക്കാൻ സാധിക്കും. But എന്നാൽ testimonies of people can just help you increase in faith. എന്നാൽ മറ്റുള്ള ആളുകളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ അല്പം കൂടെ വളർത്തുവാൻ സഹായിക്കും. Almost every day you can see a segment in the Blessing Today called Miracles Today. Blessing Today പ്രോഗ്രാമിൽ എല്ലാ ദിവസവും തന്നെ Miracles Today എന്ന പേരിൽ ഒരു സെഗ്മെന്റ് നിങ്ങൾ കാണാറുണ്ട്. Do you know why we give that segment? എന്തുകൊണ്ടാണ് ആ ഒരു സെഗ്മെന്റ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? Because of that segment, while some people were watching that Miracles Today segment, somebody was healed by Jesus. They were healed. ഇപ്പോൾ ആ ഒരു മിറക്കിൾസ് ടുഡേയിലൂടെ ആ രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം ഒരു വ്യക്തി കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് കാണുന്ന മാത്രയിൽ തന്നെ ആ ഇതേപോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾ അവരുടെ കൂടെ സൗഖ്യമാകുകയാണ്. When we hear somebody's testimony, our faith increases. മറ്റാരുടെയെങ്കിലും അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കുന്നു. This is not for publicity or advertisement that we are giving Miracles Today in everyday program. ഒരിക്കലും നമ്മെ ഉയർത്തി കാണിക്കാനോ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ മിറക്കിൾസ് ടുഡേ എല്ലാ ദിവസവും ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. In most of these miracles and healings that are happening, I have no role at all. Jesus is purely moving. നിങ്ങൾക്കറിയാമോ, ഈ നടക്കുന്ന അത്ഭുതങ്ങളിലും കാര്യങ്ങളിലും മിക്കവാറും ഉള്ളതിൽ എനിക്ക് സാധാരണ ഒരു പങ്കുമില്ല. അതെല്ലാം യേശുവിനെ പ്രതി മാത്രമുള്ളതാണ്. Because when they share testimony, I also say, wow, how this happened, I don't know. സാധാരണ ആളുകൾ ടെസ്റ്റിമണി പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു, എപ്പോ സംഭവിച്ചു എന്നൊക്കെ ഓർക്കാറുണ്ട്. Because it is the hand of God. കാരണം ആ നടക്കുന്ന ഒന്നും നമ്മൾ അറിയുന്നില്ല, പക്ഷെ അറിയുന്ന ഒരുവനുണ്ട്, അവന്റെ കൈകളാണ് അത്ഭുതം ചെയ്തത്. It is the compassion of Jesus. യേശുവിന്റെ കരുണ കൊണ്ടാണ് അവർക്ക് അത്ഭുതം ഉണ്ടായത്. Hallelujah. Hallelujah. It is not us who are moving, it is the Holy Spirit. അതുകൊണ്ട് നമ്മളല്ല അവിടെ ചലിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവാണ് അവിടെ ജനത്തിന്റെ നടുവിൽ ചലിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. He is the healer. അവനാണ് രോഗസൗഖ്യം നൽകുന്നവൻ. He is the miracle worker. അവനാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. He is the creator. അവനാണ് സൃഷ്ടാവ്. He is the great physician. അവനാണ് ഏറ്റവും വലിയ ഫിസിഷ്യൻ. Hallelujah. 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 Let me tell you something. ഞാൻ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. When you hear the word of God, it can create faith in you. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. Every day I tell you, don't miss one single episode of Blessing Today. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഒരു എപ്പിസോഡ് പോലും ഒഴിവാക്കരുത്. Why? എന്തുകൊണ്ട്? Because the word of God is taught in a series. കാരണം ദൈവത്തിന്റെ വചനം അത് പരമ്പരയായി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Take down the notes. അതിന്റെ നോട്ടുകൾ എഴുതിയെടുക്കുക. Read it again and again. അത് വീണ്ടും വായിക്കുക. Assimilate into your system. അത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്, നിങ്ങളുടെ സംവിധാനത്തിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുക. Hallelujah. Hallelujah.
then the faith will be created inside of you. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. And when you hear the testimonies of people, നിങ്ങൾ ജനത്തിന്റെ ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ it will increase your faith. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. Without faith, it is impossible to please God. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. My question tonight is this: how is your faith level today? ഇന്ന് എന്റെ രാത്രിയിൽ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലെവൽ എത്രത്തോളമുണ്ട്? ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ nothing you can receive as reward from the Lord. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും പ്രാപിച്ചെടുക്കാൻ സാധ്യമല്ല. If you have great faith, നിങ്ങളുടെ അകത്ത് വലിയ വിശ്വാസമുണ്ടെങ്കിലോ, just like the lady with the issue of blood, even if you are prevented from it, even if everything is against you, you will receive great miracles from Jesus. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ പോലെ ഒരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ വിശ്വാസം നിങ്ങളുടെ അകത്ത് വർദ്ധിക്കും. അത് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യും. Let me tell you something. That lady moved in secretly in faith. നോക്കൂ, ആ സ്ത്രീ, രക്തസ്രവക്കാരിയായ സ്ത്രീ, അവളെ രഹസ്യമായിട്ടാണ് ആളുകളുടെ ഇടയിലൂടെ ചലിച്ചത്. By faith. വിശ്വാസത്താൽ. But she was rewarded publicly. എന്നാൽ അവർക്ക് അനുഗ്രഹം കിട്ടിയപ്പോഴോ രഹസ്യമായിട്ടല്ല, എല്ലാവരും അറിയുന്നത് പോലെയാണ് അവൾക്ക് അനുഗ്രഹം കിട്ടിയത്. Hallelujah. ഹല്ലേലൂയ. ഈ നടുക്ക് നിൽക്കുന്ന ആന്റിയുടെ പേര് ഫാത്തിമ ജോസഫ് എന്നാണ്. നടക്കുന്ന സിസ്റ്ററിന്റെ പേര് ഫാത്തിമ. അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അതിന്റെ ചേച്ചിയാണ് മാർഗരറ്റ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സെന്റ് പാട്രിക്കിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ ആ മാർഗരറ്റ് എന്ന് പറയുന്ന മൂത്ത സഹോദരി സാക്ഷ്യം പറഞ്ഞിരുന്നു. അന്ന് പറയുന്നത് ഇങ്ങനെ, തന്റെ ഭർത്താവിന് ഷുഗർ കൂടിയിട്ട് കാലിലും മുതുകിലും കയ്യിലെല്ലാം മുറിവുകൾ ഉണ്ടായിട്ട് പഴുത്തിരുന്നു. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്: ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു. 2012 ജനുവരി മാസമാണെന്നാണ് പറഞ്ഞത്. ബ്രദർ ടിവിയിൽ പ്രോഗ്രാമിൽ വിളിച്ചു പറഞ്ഞു, ഷുഗർ ഉള്ള വ്യക്തിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് വിശ്വസിക്കുന്ന തന്നെ ഭർത്താവ് സൗഖ്യമായി. മാത്രമല്ല അതേസമയം തന്നെ മകൾ 8 വർഷം മുമ്പ് ആക്സിഡന്റ് ആയിരുന്നു. അപ്പോ അതിനുശേഷം ശരീരം ശോഷിച്ചു വരാൻ തുടങ്ങിയിരുന്നു. അതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണുമ്പോൾ ഈ സിസ്റ്റർ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരിക്കലും ഇത് ബ്ലെസ്സിംഗ് ടുഡേ കണ്ട ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു: ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മകൾ, ഈ സിസ്റ്ററിന്റെ മകൾ മാർഗരറ്റ് എന്ന് പറയുന്ന ഈ സിസ്റ്ററിന്റെ മകൾ കിടന്നാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ഇത് പറയുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി തന്നെ ശരീരത്തിലേക്ക് ഇറങ്ങിയിട്ട് കൈകാലുകൾ ഇളക്കാൻ തുടങ്ങി. ചലിപ്പിക്കാൻ തുടങ്ങി കിടക്കുന്ന സമയത്ത്. അതിനുശേഷം താൻ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 2 സൗഖ്യം ലഭിച്ചു. ആ സാക്ഷ്യം അന്ന് സ്റ്റേജിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സഹോദരി ആ സമയത്ത് പൂനെയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. പൂനെയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അതായത് നടക്കാൻ പറ്റില്ല. എന്തായിരുന്നു കുഴപ്പം? തൈറോയിഡിന്റെ പ്രോബ്ലം. ശരീരമെല്ലാം തളർന്ന് ഓഫീസിൽ പോകുമായിരുന്നു. പക്ഷെ തന്റെ ഭർത്താവിന്റെ സപ്പോർട്ടോടു കൂടിയാണ്, ഭർത്താവിന്റെ സഹായത്തോടു കൂടിയാണ് ഓഫീസിൽ പോയിരുന്നത്. അപ്പൊ ഈ മകനോട്, ഇത് മകനാണ് നിൽക്കുന്നത്, മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞത് ഇതാണ്: അമ്മയ്ക്ക് ആരുടെയും സപ്പോർട്ടില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ആരെങ്കിലും സഹായിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ലാസ്റ്റ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഫെബ്രുവരി 24-ാം തീയതിയാണെന്ന് തോന്നുന്നു, സെന്റ് പാട്രിക്കിൽ വെച്ച് നടന്നപ്പോൾ ഈ വിഷയം മൂത്ത സഹോദരി മാർഗരറ്റ് എന്ന് പറയുന്ന ആ സിസ്റ്റർ, ഫാസ്റ്ററിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന ആ സിസ്റ്റർ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ സിസ്റ്റർ, അതായത് ഫാത്തിമ എന്ന് പറയുന്ന സിസ്റ്റർ പൂർണ്ണമായും സൗഖ്യമായി എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. തനിക്കിപ്പോൾ ആരുടെയും സഹായമില്ല, നടക്കാം, എല്ലാം ചെയ്യാമെന്നാ പറയുന്നത്. വെരി ഗുഡ്. ഒന്ന് സിസ്റ്റർ ഒന്ന് പറഞ്ഞോട്ടെ, എന്താണ് ഉണ്ടായ അനുഭവം എന്നൊന്ന് പറയാമോ? എന്റെ പേര് ഫാത്തിമ ജോസഫ. ഞാൻ പൂനെയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്റെ ചേച്ചിയാണ് മാർഗരറ്റ്. ഇവിടെ ബാംഗ്ലൂരിൽ താമസിക്കുക. അപ്പോൾ ചേച്ചി ബ്രദറിന്റെ TV പ്രോഗ്രാം ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ഡെയിലി കാണും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഫാമിലിക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഓഫീസിൽ പോകുന്ന സമയം, ഞാൻ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്, ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റുകയില്ല. ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ പിടിച്ചാൽ മാത്രമേ ഞാൻ നടക്കില്ലായിരുന്നു. എനിക്ക് നടക്കാൻ സമയത്ത് കൈകാലെല്ലാം വിറയ്ക്കും,
പേടിയാവും, ഞാൻ ഒരു സൈഡ് ചരിഞ്ഞ് പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രെയർ ചെയ്തു, ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം ചേച്ചി കണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മിറക്കിൾ സംഭവിച്ചെന്നുള്ള ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ആരുടെ വിത്തൗട്ട് എനി സപ്പോർട്ട് ഐ കുഡ് വാക്ക് ആൻഡ് ഗോ ടു മൈ ഓഫീസ്. ആൻഡ് ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ലോർഡ് ജീസസ് in his miracle, what he has done, the favorite miracle for me. I am thank and praise the Lord for this, the wonderful miracle which he has offered to me. Yes, thank you Jesus. ഈ മകനോട് ചോദിച്ചാൽ മകൻ ചില കാര്യങ്ങൾ അമ്മച്ചിയെ കുറിച്ച് പറയും. മോനെന്ന് പറഞ്ഞേ. Mom could not walk without my support anything. So one day when I saw her, I took her downstairs and she asked me to leave her hand and walk. And I told that you will not be able to walk. So, and she walked a little and she fell down. Right. And I was very depressed because she is the lady who taught me to walk, and she could not walk even 2 steps. Then after that she went and attended a retreat center, and I saw her after 1 month. She came from 25 kilometers through bus she came, and she had 2 big luggage in her hand, and she was crossing the road on her own. And I couldn't believe my eyes, like what happened. And now also she goes to work, she works alone, and while going to church also I have to hold her hand always. Now like she can walk, and she can walk without any support. And all the doctors and everyone said that it would be there for many years throughout your lifetime. But now like it is, I cannot believe what has happened. It is really great. He says he cannot believe what happened. That is what is called miracle. നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ മോനെ നടക്കാൻ പഠിപ്പിച്ചതാണ് അമ്മ. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മോന് വലിയ ഡിപ്രഷൻ ഉണ്ടായി. എന്നാൽ യേശു കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് ആ സഹോദരിയെ ഇതുപോലെ ആരോഗ്യത്തോടെ നടക്കാൻ, ബാഗൊക്കെ ക്യാരി ചെയ്ത് നടക്കത്തക്ക രീതിയിൽ കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. കൈനീട്ടി ഒന്ന് അനുഗ്രഹിച്ചേ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനൊരു സാക്ഷ്യം യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാൻ കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി പറയും. കർത്താവ് കൊടുത്ത സൗഖ്യം നിലനിൽക്കട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഫാത്തിമയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. നാളെയും മറ്റന്നാളും അഹമ്മദാബാദിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആ ഭാഗത്തുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നാൽ അതിലൂടെ കർത്താവിൻ്റെ ഒരു സ്പർശനം മതി ഭാവി മുഴുവൻ മാറാൻ. സോ പ്ലീസ് ഡു കം ആൻഡ് പ്ലീസ് ഡു പ്രേ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേകരെ കർത്താവ് തൊട്ടനുഗ്രഹിച്ചല്ലോ. ആ യേശുവിൻ്റെ കരം ഇന്ന് വീണ്ടും പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ മൂക്കിൻ്റെ അകത്ത് ദശ വളർന്ന് ശ്വാസം നന്നായി കിട്ടാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. അതുപോലെ ESRൻ്റെ അളവ് വർദ്ധിച്ച് ശരീരത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. അസ്ഥികൾക്കകത്ത് ബോൺ മാരോ, മജ്ജയിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കട്ടെ. കൈകാലുകളിൽ വിടുതലുകൾ നടക്കട്ടെ. കുടലിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടലിനകത്ത്, വയറിനകത്തുള്ള മുഴകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. എക്സ്ട്രാ മാംസം വളർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ഒരു സൗഖ്യം ഇപ്പോൾ നടക്കുകയാണ്. അത് ശരീരത്തിന് വെളിയിലേക്ക് ആ ഗ്രോത്തുകൾ പുറത്തേക്ക് പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പോകട്ടെ. താങ്ക് യു ലോർഡ്. ഫൈബ്രോയിഡ്, യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പുറത്തുള്ള മുഴകൾ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. സിസ്റ്റുകൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ഞങ്ങളുടെ കൈനീട്ടി കുഞ്ഞുങ്ങളെ നൽകി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ഫാദർ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. ലിവർ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. ശരീരത്തിൽ
ഓരോ അവയവങ്ങളും, പ്രത്യേകിച്ച് ഗോൾ ബ്ലാഡർ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ പ്രോബ്ലം ഉള്ളവർ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ ഫങ്ഷൻ ചെയ്യാത്ത വൃക്കകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് വേണ്ടാത്ത രീതിയിൽ വിടുതലുകൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ വലിയ വിടുതലുകൾ കർത്താവെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ജനങ്ങളെ അങ്ങ് വിടുവിക്കുന്നതിനായി നന്ദി. വീട് പണിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നല്ല ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ദമ്പതികൾ പിരിയുവാൻ വേണ്ടിയിരിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് വരട്ടെ. സെപ്പറേഷൻ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ജോലി കൊടുക്കണമേ. വിവാഹം നടന്നിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന വിവാഹങ്ങൾ നടക്കാൻ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഈ ആഴ്ചയിലെ നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമാണ്. കാണാൻ മറക്കരുത്. വളരെ പ്രത്യേകതയുള്ള ഒരു സന്ദേശമാണ് നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സീ യു ടുമോറോ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ്? I am the handmaid of the Lord. Let it be to me according to your word. In which book is this verse in the Bible? Options: A. 1 യോഹന്നാൻ 5, B. ലൂക്കോസ് 12, C. യോഹന്നാൻ 2, D. ലൂക്കോസ് 1. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. ബൈബിൾ ആൻഡ് യുയിലൂടെ ഇനി വീണ്ടും കാണാം.